അബ്രാഹാം ദൈവത്തെ വിശ്വസിച്ചപ്പോൾ ദൈവം അബ്രാഹത്തെ തിരഞ്ഞെടുത്തു. അബ്രാഹാം തൻ്റെ വിശ്വാസത്തെ ദൈവം പരീക്ഷിക്കുക. ശരിക്കും ഒറിജിനൽ വിശ്വാസമാണ്. അതാണ് പരീക്ഷണങ്ങൾ കൊടുക്കും. പരീക്ഷണം ഉണ്ടാകുന്ന ഈ ഫെയ്ത്ത് കറക്റ്റാണ്. ഇപ്പം സ്വർണ്ണമാണെന്ന് അറിയാൻ വേണ്ടി എന്നാ ചെയ്യും? നന്നായിട്ട് ഉറച്ചു നോക്കുമ്പോഴാണ് ഇവൻ സാധനം മുക്കുകൊണ്ടോ അവൻ പറയും ഇതെടുത്ത് ഒറ്റയേറെ. യേശുവേ നന്ദി, എൻ്റെ വിശ്വാസം, ഞാൻ ഏറ്റു പറയുന്ന വിശ്വാസം സത്യമാണോ എന്നറിയാനാ ദൈവം നമുക്ക് എന്ത് തരും? പരീക്ഷണം തരും. ക്രിസ്തുവിന് തകർച്ചകൾ, രോഗങ്ങൾ, വേദനകൾ ഒക്കെ തരുമ്പോൾ ഓർക്കണം ദൈവം എന്ത് ചെയ്യുക? അപ്പോൾ ഞാൻ പറഞ്ഞു, എന്ത് സഹനം വന്നാലും എനിക്ക് ആരെയാണ് വിശ്വാസം? ഈശോയാണ് വിശ്വാസം. ഏറ്റു പറയണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അബ്രാഹത്തിന് ദൈവം പരീക്ഷണം, നിനക്ക് മക്കളുണ്ടാവും, അഭിഷേകം കൊടുത്തിട്ട് പോവുക. അപ്പോൾ പറയുക വിശ്വസിച്ച് നിൽക്കുക. ഒരു വർഷം എത്ര വർഷം? 30, 40 വയസ്സ്, 50 വയസ്സാണ്. അപ്പോഴും മക്കൾ. അപ്പോൾ അബ്രാഹം ചിന്തിക്കാം, ഇതെങ്ങനെ 60 കഴിഞ്ഞ് 70 80 പ്രൈസ് ദി ലോർഡ്. അപ്പോഴും അബ്രാഹത്തിന് വിശ്വാസമാണ്. ആരുണ്ടാവുമെന്ന് പറഞ്ഞേ. കാരണം അത് പറഞ്ഞ പേരാണ് എന്ത്? ഒരിക്കലും സംശയമില്ല. മനുഷ്യബുദ്ധിയും മനുഷ്യ കഴിവും 100% പരാജയപ്പെട്ട് നിൽക്കുമ്പോഴും ആ ലോകത്തുള്ള ആരും, അപ്പോൾ ഒരുപക്ഷെ അബ്രാഹത്തോട് ആളുകൾ, അബ്രാഹേ നീ കേട്ടത് ഹലൂസിനേഷൻ ആട്ടോ, നീ തോന്നല, ഒന്നും കറക്റ്റല്ല, നീ വെറുതെ കേട്ട സാധനമാണിത്. അല്ല, ദാറ്റ്സ് നോട്ട് റൈറ്റ്. അത് ശരിയല്ല. കാരണം കുഞ്ഞുണ്ടാകുമെന്ന് പറയാൻ കാലത്രേ ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. അപ്പൊ നിനക്ക് അപ്പം പറ നോ, ഞാൻ കേട്ടത് സത്യമാണെന്ന് പറയും. അതുകൊണ്ട് അവൻ വിശ്വസ്തനാണ്. വാഗ്ദാനങ്ങളിൽ പിന്നെന്താ താമസിക്കുന്നത്? അത് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്. അതെന്താന്നുള്ള ഇച്ചിരി കഴിയുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഒരുപക്ഷെ ബന്ധുക്കളും, ഒരുപക്ഷെ അബ്രാഹം നാട് വിട്ടു പോയെന്നാ പറയുന്നത്. സ്വന്തക്കളെയും ബന്ധുക്കളെയും ഒക്കെ വിട്ട് പോയാൻ കാരണം എന്താ? മിക്കവാറും കുടുംബക്കാരെല്ലാം ഓടിച്ച് കാണും. ഇവൻ ആത്മീയ ഭ്രാന്ത. പ്രൈസ് ദി ലോർഡ്. ഇവന് കയറി ഇതൊന്നും നടക്കുന്ന കാര്യം വല്ലതും പറ. ഈ 70, 80 വയസ്സ്, 90, 100 തികഞ്ഞ് നിൽക്കുക. ഭാര്യ സാറാം മരിക്കാറായിട്ടിരിക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോഴാണ് 2 ദൈവദൂതന്മാർ വീട്ടിൽ വരിക. വീട്ടിനകത്ത് കയറിയിരിക്കാൻ ഇടയില്ലാത്തതുകൊണ്ട് മുറ്റത്തൊരു മരത്തിൻ്റെ ചുവട്ടിലെടുത്ത് 2 പേർക്കും ഭക്ഷണം കൊടുത്തു. അതുകൊണ്ടാണ് അതിഥി സൽക്കാരത്തിൽ നമ്മൾ ഒത്തിരി സന്തോഷിക്കണം, ചെയ്യണമെന്ന് പറയും. അത് ഹെബ്രായ ലേഖനം 13 1-3 വരെ പറയും, അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചവരുണ്ടെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അറിയാതെ സൽക്കരിച്ച ദൈവദൂതന്മാരെന്ന് അറിയത്തൊന്നുമില്ല. അപ്പോൾ ഇതിങ്ങനെ മനുഷ്യരൂപത്തിലാണ് അബ്രാഹത്തിൻ്റെ വീട്ടിൽ വന്നു. അബ്രാഹം കാര്യങ്ങൾ എല്ലാം ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് പോകാൻ നേരത്തെ വെച്ചു, നിനക്ക് മക്കളുണ്ടോ? ഇല്ല. നിനക്ക് എത്ര വയസ്സാണ്? 100. സാറയ്ക്ക് 80. അപ്പോൾ എന്താണാവോ? ഞങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കാൻ വന്ന. എന്താണാവോ? അടുത്ത വർഷം ഞങ്ങളിനി വരുമ്പോഴേക്കും നിൻ്റെ ഭാര്യ സാറായിൽ ഒരു കുഞ്ഞു ജനിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അകത്തുനിന്നൊരു ചിരി കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് പോലും അല്പം ബോധം വേണ്ടേ? പ്രൈസ് ദി ലോർഡ്. കാരണം എനിക്ക് എത്ര വയസ്സായി? 80. എഴുന്നേറ്റ് നടക്കാൻ മേല. ഈ സമയത്ത് സാറാകത്ത് ഒറ്റ ചിരിയാണ്. തമ്പുരാനിച്ചരെയും കൂടെ ബുദ്ധി ഉപയോഗിക്കണം. ചുമ്മാ ഫെയ്ത്ത് മാത്രം പോരാ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ചില ബുദ്ധിയെങ്കിലും വേണം. ലോജിക്കലായിരിക്കണം. പറയുന്ന വാക്കിന് ലോജിക്ക് വേണം. ലോജിക്കൽ സീക്വൻസ്, പ്രെമിസസ് എല്ലാം കൃത്യമായിരിക്കണം. യേശുവേ നന്ദി. അബ്രാഹത്തിൻ്റെ മുഖത്ത് അബ്രാഹം നീ എന്ത് പറഞ്ഞു? ഞാൻ വിശ്വസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അബ്രാഹം വിശ്വസിക്കുക. അതായത് ദൈവം ഉണ്ടെന്നേ, ദൈവം പ്രവർത്തിക്കും. അങ്ങനൊരു ദൈവമുണ്ട്, സംശയമില്ല. ഏറ്റവും വലിയ രസം എന്താ? പഴയ നിയമത്തിൽ മക്കളുണ്ടാകുന്നില്ല എന്ന് ശാപമായിട്ടാണ് പറയുന്നത്, കേഴ്സായിട്ടാണ് കാണുന്നത്, ബ്ലെസ്സിങ് ആയിട്ടല്ല. ബ്ലെസ്സിങ് എന്ന് വെച്ചാൽ മക്കളുണ്ടാകുന്നതിനെയാണ്. അപ്പോൾ ഈ ഒരു വേദന, ശാപം കിട്ടിയ കുടുംബം എന്നാണ് ശരിക്കും പറഞ്ഞാൽ അബ്രാഹത്തെക്കുറിച്ച്, കുടുംബത്തെക്കുറിച്ചുള്ള കുടുംബക്കാരുടെ ഇടയിലെ വിലയിരുത്തൽ. എന്തോ തിന്മയുടെ ബലാണ്. അപ്പോൾ ഈ അബ്രാഹം ഇങ്ങനെയുള്ള എല്ലാ ദുഷ്പേരും കെട്ടിക്കൊണ്ടിരിക്കുന്ന അബ്രാഹം ആ സമയത്ത് പോലും പാപം ചെയ്യുന്നില്ല, തിന്മ ചെയ്യുന്നില്ല. അദൃശ്യനായവനെ അവൻ വിശ്വസിക്കുക, താൻ കേട്ട വചനത്തെ വിശ്വസിക്കുക, സംശയമില്ലാതെ വിശ്വസിക്കുക. അപ്പോൾ സത്യമായിട്ടും ഗോഡ് എക്സിസ്റ്റ്, ഗോഡ് ഇസ് റിയൽ. ദൈവമുണ്ട്.
അത് ഹൃദയത്തിൽ ആഴത്ത് നിൽക്കുക. അതെ, ഒരു വീട്ടിൽ ഭാര്യയും ഭർത്താവുണ്ട്, ഒരാൾക്കെങ്കിലും വിശ്വാസം ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പ്രവർത്തനം അവിടെ ഉണ്ടാകും കേട്ടോ. അങ്ങനെ അബ്രാഹാം വിശ്വസിച്ചു. പിറ്റേ വർഷമായപ്പോഴേക്കാണ്ട് ദൈവം അബ്രാഹത്തിന് കുഞ്ഞിനെ കൊടുക്കും. പെട്ടെന്ന് ഇവൾ ഗർഭിണിയായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എന്തിലൂടെ? അബ്രാഹത്തിൻ്റെ വിശ്വാസത്തിലൂടെ. ത്രൂ ഹിസ് ഫെയ്ത്ത്. എന്ത് ഫെയ്ത്ത്? ദൈവം എന്നത് തോന്നലല്ല. ഇന്നൊരുപാട് മെറ്റീരിയലിസം വളർന്ന ലോകം. മെറ്റീരിയലിസം, ഈ കാണുന്നതൊക്കെ ഉള്ളേ, സയന്റിസ്റ്റ് പറഞ്ഞ് ഇതൊക്കെ കാണുന്നതൊക്കെ ഉള്ളു, ഇതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. ഇത്രയൊക്കെ ഉള്ള ജീവിതം വെച്ചാൽ എടാ എൻജോയ് ചെയ്യ, സുഖിക്കടാ, കുട്ടിക്കടാ, തിന്നടാ, ഇതൊക്കെ ഉള്ള ജീവിതം. അല്ലാതെ പള്ളിയോട്ടൊന്നും പോയിട്ടില്ല കാര്യമൊന്നുമില്ല. കൃത്യം ഞായറാഴ്ച പള്ളിയിൽ പോയിട്ട് അത് ആ വീട്ടുകാരൻ നോക്കി എല്ലാ ദിവസവും കൃത്യം പള്ളിയിൽ പോയിട്ട് അവൻ്റെ കുടുംബം മുഴുവൻ തീർന്നുകൊണ്ടിരിക്കുകയല്ലേ. കേട്ടില്ലേ? യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതുകൊണ്ട് പോയിട്ട് ഒരു കാര്യമില്ലടാ അങ്ങനെ പറയുന്ന കാലഘട്ടം അല്ല. there is God. ദൈവമുണ്ട്. ഈ ദൈവത്തെ താഴോട്ട് ഇറക്കിക്കൊണ്ടുവരുന്നത് എൻ്റെ എളിമ നിറഞ്ഞ സമർപ്പണം, എൻ്റെ ബ്രെയിനിനെ സമർപ്പിക്കുക, എൻ്റെ മനസ്സെ സമർപ്പിക്കുക, എൻ്റെ ശരീരം വിട്ടുകൊടുക്കില്ല. ദാറ്റ്സ് ഫെയ്ത്ത്. മൊത്തം വിട്ടുകൊടുക്കില്ല. അബ്രാഹാം കണ്ണും പൂട്ടി വിശ്വസിച്ചു. ആ വിശ്വാസത്തിൻ്റെ ശക്തിയിലൂടെ ദൈവം അവന് കുഞ്ഞിനെ നൽകി. സർവ്വത്തെ പ്രത്യേക ഹല്ലേലൂയ. എന്നിട്ട് അബ്രാഹാം പരീക്ഷണം നടക്കുക. പരീക്ഷണം കാരണം തമ്പുരാൻ 24 മണിക്കൂറും അബ്രാഹത്തെ സ്നേഹിക്കുകയും ചെയ്യും. 24 മണിക്കൂറും അബ്രാഹത്തെ എന്ത് ചെയ്യും? പറഞ്ഞേ, കൊടുക്കും, വാങ്ങും. ശ്രമത്തെ പ്രതീക്ഷയെ നന്ദി. കുഞ്ഞൊന്നും വളർന്നു വന്നപ്പോഴേക്കാണ്ട് അടുത്ത ദിവസം അബ്രാഹത്തെ വിളിച്ച്, പ്രൈസ് അബ്രാഹാം എന്തോ അത് നാളെ നേരം വിളിക്കുമ്പോഴേ, പ്രൈസ് ഈ കുഞ്ഞുമായിട്ട് നീ മോറിയാ മലയിൽ പോകണം. എന്നിട്ട് എന്ത് ചെയ്യണം? അത് എനിക്കൊരു ദഹന ബലിയായിട്ട് അവരെ അങ്ങ് അർപ്പിക്കണം. പ്രൈസ് അബ്രാഹാം രാത്രി ഉറങ്ങിക്കാണുമായിരിക്കും, ആർക്കറിയാം. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഉറങ്ങിക്കാണും. കാരണം അബ്രാഹത്തിനറിയാം ഈ ദൈവം ഒന്ന് സംഭവം ഒരു ഭയങ്കര സംഭവമാണ്. പ്രൈസ് ദി ലോർഡ്. തമ്പുരാൻ്റെ മനസ്സിൽ ചില രഹസ്യ പദ്ധതിയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവം അങ്ങ് പെട്ടെന്ന് അങ്ങ് തുറന്നു പറയല്ല, അത് പതുക്കെ ദൈവം തുറക്കുള്ളൂ. ചിലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷേ അബ്രാഹത്തിന്റെ ഹൃദയത്തില് ജെറമ്യാ പറഞ്ഞ വചനം കാണും. ജെറമ്യാ 29:11 എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്, അത് നിന്റെ നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ശുഭമായ ഭാവിയും പ്രത്യാശയും തരുന്ന ഒരു പദ്ധതിയുണ്ട്. ദൈവജനമേ, സഭയുടെ കൂട്ടായ്മയിലിരിക്കുന്ന ദൈവമക്കളെ, കത്തോലിക്ക സഭയുടെ കൂട്ടായ്മ ഇത് നമ്മളെ ഭാഗ്യമുള്ള മക്കളാണ്. ദൈവത്തിന് നമ്മളെ കുറിച്ച് പദ്ധതിയുണ്ട്. ദൈവത്തിന്റെ പദ്ധതിയുണ്ട്. അവിടെ സംശയിക്കരുത്. എന്ത് പ്രശ്നങ്ങൾ സഭയ്ക്കുള്ളിലോ പുറത്തോ എന്തു വന്നാലും സഭ വിട്ടുപോയേക്കരുത്. ഇതിന് ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. ഇത് സർവ്വത്തെ നന്ദി. ഞാൻ പറയുന്നു വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട്. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നിട്ട് അബ്രാഹാം എന്ത് ചെയ്തു? കൊച്ചിനെ എടുത്തുകൊണ്ട് രാവിലെ പോവുക. സാറയോട് പറഞ്ഞോ കുടുംബകലം ഉറപ്പാണ്. പ്രശ്നമോ വാർദ്ധക്യത്തിൽ കിട്ടിയ ഒരു കുഞ്ഞിനെ കിട്ടിയിൽ ഇങ്ങനെ സന്തോഷിച്ച് സ്നേഹിച്ച് ഇനി ഒരാളുണ്ടല്ലോ എന്നൊക്കെ എല്ലാം ഓർത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം തമ്പുരാനൊന്നും അല്ലെന്ന് പറഞ്ഞ് വടക്കുണ്ടാക്കും. ഉറപ്പാണ്. അതുകൊണ്ട് എല്ലാ കാര്യം എല്ലാവരും പറയരുത്. പ്രിസലോഷ് പരിശുദ്ധാത്മാവിൻ്റെ കാര്യങ്ങൾ ഭയങ്കര രസമാണ്. ഇതൊരു ചില രഹസ്യങ്ങൾ പറഞ്ഞാൽ ആൾക്കും അവർ ഓപ്പോസിറ്റ് പറയും. ഓപ്പോസിറ്റ് അവർ ചെയ്യിക്കുള്ളൂ. നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ജസ്റ്റ് ഓപ്പോസിറ്റ് അവർ പറയുള്ളൂ. കാരണം അബ്രാഹം അറിയാം, സാറയോട് പറഞ്ഞാൽ ഈ ബലിയർപ്പണം നടക്കില്ല, ദൈവ പദ്ധതിക്ക് ബ്ലോക്ക് വരും. പ്രിസലോഷ് അബ്രാഹം എന്ത് ചെയ്യുമെന്നറിയാമോ? നേരെ കൊച്ചുമായിട്ട് പോയിട്ട് മോറിയാമലയുടെ താഴ്വരത്തിലെത്തിയിട്ട് ഭൃത്യന്മാരോട് പറഞ്ഞു, നിങ്ങളൊക്കെ ഇവിടേക്ക് ഞാനും കുഞ്ഞും കൂടെ അങ്ങ് മകളിൽ നിന്ന് പോയിട്ട് ബലിയർപ്പിക്കാൻ പോവാ. പോയിട്ട് ഞങ്ങൾ തിരിച്ചു വരും. ആ വചനം ഭയങ്കര കണ്ണ് നിറഞ്ഞു പോയി പറയുന്നത്. ഞങ്ങൾ പോയിട്ട് ആര് തിരിച്ചു വരും? ഞങ്ങൾ തിരിച്ചു വരും. അപ്പൊ ഈ അബ്രാഹത്തെ ആരെയാണ് ബലിയർപ്പിക്കാൻ പോകുന്നത്? കുഞ്ഞിന്. അപ്പോഴറിയാം ദൈവം തരും അത്. അബ്രാഹം കയറിപ്പോകുന്നവഴിക്ക് കുഞ്ഞ് ചോദിക്കുന്നുണ്ട്, അപ്പാ തീയുണ്ട്, വിറകുണ്ട്, എല്ലാം ഉണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെ? ദൈവം തരും. പ്രിസലോഷ് അത് ശരിക്കും അതാണ് ഈശോമിശിഹാ കേട്ടോ. ദൈവം തന്ന കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാട്. ശരിക്കും ഉണ്ടല്ലോ. ആ അബ്രാഹം തൻ്റെ പുത്രൻ്റെ തോളേൽ വിറകെടുത്ത് വെച്ചിട്ട് മല കയറ്റുമ്പോൾ ഉണ്ടല്ലോ, ഇത് ശരിക്കും പിലാത്തോസിൻ്റെ അരമനെ വെച്ച് ഈശോയുടെ തോളിലോട്ട് കുരിശുമരം വെച്ചിട്ട് കയറുന്നുണ്ട്.
അവിടെ ഈശോ ഒറ്റയല്ല. ഈശോ നിങ്ങളെല്ലാവരും എന്നെ ഇട്ടു, പക്ഷെ എൻ്റെ പിതാവിൻ്റെ കൂടെ ഉണ്ട്. അപ്പനെടുത്ത് വെച്ച് കൊടുക്കുന്നു, കുരിശുമരെടുത്തുകൊണ്ട് ഗാഗൽത്താമല കയറുന്നു ഈശോ. ഇവിടെ ഇതേ അബ്രാഹം തൻ്റെ പ്രിയപുത്രനായ ഇസഹാക്കിൻ്റെ തോളിൽ ഇതേ വിറകെടുത്ത് വെച്ചിട്ട് കയറ്റുക. വിറകെ കടന്ന ഇനി എരിയാൻ പോകുന്നത്, ഇതിവിടെ കുരിശുമരത്തെ കടന്ന എരിയാൻ പോകുന്നത്. രണ്ടും ഭയങ്കര സാദൃശ്യമാണ്. ഇതൊക്കെ പരിശുദ്ധ കുർബാനയുടെ സംഭവമാണ്. ഈ ബലിപീഠം എന്ന് വെച്ചൊന്നുണ്ടല്ലോ, തമാശല്ല. ഇവിടെയൊക്കെ ഈ നാളുകൾ നമ്മുടെ ഈ ഖൈറജബയിൽ നമ്മൾ ഒത്തിരി പള്ളി പണിതുകൊണ്ടിരിക്കുക. അനുഗ്രഹം കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും വലിയ ഭാഗ്യമാണ് ദേവാലയം പണിയാൻ ഭാഗ്യം. പ്രൈസ് ദി ലോർഡ്. ആ തലമുറ സന്തോഷിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനകത്തേക്കൊരു കല്ലെങ്കിലും വെക്കാനുള്ള ഭാഗ്യം കിട്ടിയല്ലോ. പ്രൈസ് ദി ലോർഡ്. അത് നന്ദി പറഞ്ഞോണം. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും അറിയത്തില്ലാത്തവരാ കുറ്റം പറയും. ഇതിൻ്റെ വില അറിയത്തില്ല. ദേവാലയത്തിൻ്റെ വിശുദ്ധ ബലിപീഠത്തിൻ്റെ വില അറിയത്തില്ലാത്തവൻ കണക്ക് പറയും. പ്രൈസ് ദി ലോർഡ്. കുറ്റം പറയും. ഇതിനാൻ്റെ മഹത്വം അറിഞ്ഞുകൂടാ. ഇത് വെറുതെ എന്തിനാ പള്ളിയും സഭയും കാശ് കളയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഫ്രാൻസിസ് പുണ്യാളം പറയും, ലോകത്തിലെ ദാരിദ്ര്യത്തെ പ്രിയതമ എന്ന് വിളിച്ച, ഈ പ്രേമഭാചനം എന്ന് വിളിച്ചത്, ഈ ഫ്രാൻസിസ് അസീസി വിളിച്ചത് ദാരിദ്ര്യത്തെയാണ്. ഈ പുണ്യവാൻ പറയുന്നൊരു വാക്കുണ്ട്, പൈസ ദാരിദ്ര്യ വ്രതം എടുക്കുമ്പോൾ പറയും ദാരിദ്ര്യം കൊള്ളാം, പക്ഷേ ബലിപീഠം സക്രാരി പറ്റുമെങ്കിൽ സ്വർണം കൊണ്ട് തന്നെ പണിയണമെന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. പറ്റുമെങ്കിൽ എങ്ങനെ പണിയണം? സ്വർണം കൊണ്ട്, തനി ശുദ്ധ സ്വർണം കൊണ്ട് തന്നെ ബലിപീഠവും സക്രാരിയും പണിയണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അത്ര വില കൊടുക്കുക. നമ്മൾ ആർക്ക്? നമ്മുടെ കർത്താവിന് വില കൊടുക്കുന്നു. നമ്മുടെ കർത്താവ് പറയും, ഒരിടവയിലെ ഏറ്റവും വലിയ വില കൂടിയ കെട്ടിടം ആ ദേവാലയമേ പാടുള്ളൂ. ദേവാലയത്തിൻ്റെ അത്രയും വിലയ്ക്ക് മുകളിലുള്ള വില വെച്ചുകൊണ്ടൊരു വീട് പണിയരുത്. പണിയുന്ന വീട് താഴെ പോകും. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി. ഒരിടവക ദേശത്തെ ഏറ്റവും വില കൂടിയ കെട്ടിടം ആ ദേവാലയമായിരിക്കണം. കാരണം ആ ജനം ഏറ്റവും കൂടുതൽ വില കൊടുത്തത് ദൈവത്തിൻ്റെ ഭവനത്തിനാണ്. അങ്ങനെ അബ്രാഹാം മോറിയ മലയുടെ മുകളിലെത്തി തൻ്റെ പുത്രന് വേണ്ടി ആ വിറകെടുത്ത് ബലിപീഠം പണിതു. ഇതാണ് കാൽവരി കുരിശ്. ഈശോ ഇവിടെ ഇസഹാക്ക് എല്ലാം ഒരുപോലെ നിൽക്കുക. അപ്പോൾ അവിടെ വെച്ച് ദൈവം തരുന്ന കുഞ്ഞാട് വരുന്ന പിന്നീടല്ലേ നമുക്കറിയാം. അപ്പോൾ അവിടെ വെച്ച് അറിയാം അബ്രാഹാം റെഡിയാണ്. അബ്രാഹാം ബലിയർപ്പിക്കാൻ തയ്യാറാണ്. ഇതുപോലെ സ്വപുത്രനെ കാൽവരയിൽ ബലിയർപ്പിക്കാൻ അപ്പം തയ്യാറാണ്ട് ഓർക്കണം. കാൽവരിയിലെ കുരിശിൽ ബലിയർപ്പിച്ചത് നമ്മളല്ല, പിതാവായ ദൈവം നമ്മളോട് സ്നേഹത്തെ പ്രതി എന്നെ നിന്നെയും പാപത്തിൻ്റെയും മരണത്തിൻ്റെയും സാത്താൻ്റെയും അടിമത്തത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടി സ്വപുത്രനെ കാൽവരിയിൽ ബലിയർപ്പിച്ചവനായ ഒരു സ്നേഹനിധിയായ പിതാവ് നമുക്കുണ്ട്. കരുണയുടെ ദൈവം. ആ ദൈവം എൻ്റെ നിന്റെ അപ്പനാ. ആ അപ്പനെ അറിയണം. ശരിക്കും ബുദ്ധിയിൽ വെച്ചിട്ട് കാര്യമില്ല. കീപ് വിത്തിൻ യുവർ ഹാർട്ട്. കീപ് വിത്തിൻ യുവർ ഹാർട്ട്. ഹൃദയത്തിനുള്ളിൽ സൂക്ഷിക്കണം. അത് അബ്രാഹോട് വെച്ച് കത്തിയെടുക്കുമ്പോൾ അബ്രാം ഒറ്റ വിളി, കയ്യിൽ നിന്ന് കത്തി തെറിപ്പിച്ച് കളഞ്ഞു. വേണ്ട, കുഞ്ഞിനെ തൊടരുത്, നീ തൊടണ്ട. നീ തൊട്ടപ്പോൾ നിന്റെ ബലി അർപ്പണം പോരാ, നീ മനുഷ്യനാ, ഇത് ഞാൻ ചെയ്യും. എവിടെ? കാൽവരി കുരിശിൽ. നീ തുടരരുത്, നീ ചെയ്യരുത്. യു ഷാൾ നോട്ട് ഡു, ഐ വിൽ ഡു ഫോർ യു. നിനക്ക് വേണ്ടി. അതാണ് ഈശോ പറഞ്ഞത് യോഹന്നാൻ 10:10. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമർത്ഥം. ഈശോ പറഞ്ഞു, എനിക്കൊരു മാമോദിസ കൂടെ സ്വീകരിക്കാനുണ്ട്. അത് സ്വീകരിക്കുന്നത് വരെ ഞാൻ അസ്വസ്ഥനാണ്. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദഹനബലി, കാൽവരി ബലി. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, സഭ ഏറ്റവും സന്തോഷിക്കേണ്ടത് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ദാനം. അച്ഛൻ പറയും, ഇന്ന് ഞാനിവിടെ ജീവിക്കുന്ന ഭക്ഷണം കൊണ്ടൊന്നുമല്ല, പരിശുദ്ധ കുർബാനുണ്ട്, ദിവ്യബലി. ദൈവജനമേ, നമുക്ക് ബലിയുണ്ട്. ഈ സംഭവം ഇന്ന് ഇവിടെ നടന്നു, നാളെ രാവിലെ നടക്കും. നമ്മുടെയൊക്കെ ബലിപീഠങ്ങൾ ഏറ്റവും വിലയുള്ള സ്ഥലം അതാ. ഞാൻ പറയും, ഇന്ന് പൈശാചിക ബന്ധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബലിപീഠത്തിൽ നിന്ന് അകലുന്നവന് മാത്രമേ ഉള്ളൂ കുഴപ്പം. കുമ്പസാരവും കൂദാശ ജീവിതം ഉള്ളവനെ ഒരന്ധകാരശൻ തൊടില്ല. ഇതിനകത്തേക്ക് ഇന്നൊരു ഭാഗ്യ വിശ്വാസത്തിൻ്റെ സന്ധികൾ. വിശ്വാസം കുറയുമ്പോഴോ ഇതെന്നാ പരിപാടി, ഇതെന്തിനാ പോവുക, അവിടെ പോവുക, ഇവിടെ പോവുക, വണ്ടി കൊണ്ടുവന്നിട്ട് കാറിലിരുന്ന ബലികർപ്പണം കൂടുന്നത്.
നമുക്ക് പറ്റിയ നമ്മൾ ഷാലോം ടെലിവിഷനിൽ നമ്മൾക്കറിയാം കുർബാനയൊക്കെ നമ്മൾ കാണുന്ന സമയമുണ്ട്. ആ രോഗികൾക്ക് വേണ്ടിയാണ്, അല്ലാതെ ആരോഗ്യമുള്ളവർക്ക് വേണ്ടിയല്ല. രോഗികൾക്ക് അവിടെ ഇരുന്നുകൊണ്ട് അത് പൂർണ്ണതയുള്ളതല്ലെന്ന് സഭ അവിടെ തന്നെ വ്യക്തമായിട്ടത് പറയുന്നത്. ഔദാസികമായിട്ടൊന്നുമില്ല. അത് നമുക്ക് കണ്ട് പ്രാർത്ഥിക്കാൻ. പാവപ്പെട്ട രോഗികൾ, അവർക്ക് പള്ളി വരാൻ പറ്റത്തില്ല, അപ്പോൾ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പക്ഷേ നീ നിൻ്റെ ഇടവക ദേവൻ പറ്റുമെങ്കിൽ ഞാൻ പറയും, എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയ്ക്ക് പോകണം. ഞായറാഴ്ച കുർബാന എന്തു വന്നാലും മുടക്കരുത്. കഴിവതും ഞായറാഴ്ച ആഘോഷങ്ങൾ പാടില്ല. കാരണം അത് ദൈവജനത്തിൻ്റെ ബലിയർപ്പണത്തെ ബാധിക്കും. ദൈവജനത്തിൻ്റെ പരിശുദ്ധ കുർബാനയിലുള്ള സജീവമായ പങ്കാളിത്തത്തെ ആഘോഷങ്ങൾ ബാധിക്കും. കല്യാണവും അങ്ങോട്ട് പോക്കും ഇങ്ങോട്ട് പോക്കും ഒത്തുകല്യാണങ്ങളും ഈ പരിപാടിക്ക് പോകുമ്പോൾ ദൈവജനത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിത്തറയെ തകർക്കും. അത് എൻട്രൻസും പരിപാടിയാ, അന്നേ പറ്റുള്ളൂ അച്ഛ എന്നോടൊന്നും. പക്ഷേ ഒരു കാര്യം ഉറപ്പ്, ഇന്ന് എൻട്രൻസും പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പോയ കുഞ്ഞുങ്ങൾ ശരിയാ, അത് ഇന്നും കേരളത്തിലെയും ലോകത്തിലെ വലിയ വലിയ ഹോസ്പിറ്റലിൻ്റെ മണ്ടലിരിക്കുന്ന ഡോക്ടറായിരിക്കും. പക്ഷെ അവൻ്റെ വീട്ടിൽ കയറി ചോദിക്ക്, കുടുംബം വട്ടം പുലർന്നു കിടക്കുന്നത് കാണാം. അച്ഛൻ ശരിക്കും ഇത് അനുഭവം കൊണ്ട് പറയുന്ന. അടുത്ത നാളിൽ ഡോക്ടേഴ്സിൻ്റെ വലിയൊരു ധ്യാനം നടക്കാൻ പോകും. മോർ ദാൻ 600 ഡോക്ടേഴ്സ് ഒരുമിച്ച് കൂടി നമ്മുടെ അണക്കര ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം നടക്കും. അത് നിങ്ങളുടെ വേദന കണ്ടിട്ട് ഞാൻ ഒരുമിച്ച് കൂട്ടുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി. ബലിയർപ്പണത്തിന്, ദേവാലയ കേന്ദ്രീകൃതമായ ജീവിതത്തിന് അണുവിട്ട പോലും മാറിയേക്കരുത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. അതുപോലെ തന്നെ ദിവ്യകാരുണ്യ സ്വീകരണം ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ തിരുവോസ്തിയിൽ അവിടെ ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ ഉണ്ട്. കർത്താവ് രൂപം മാറുന്നില്ല, ബാഹ്യരൂപങ്ങൾക്ക് മാറ്റമില്ല. പക്ഷേ അതിൽ നമ്മുടെ കർത്താവ് വന്നെഴുന്നള്ളിയിരിപ്പുണ്ട്. ജീവനോടെ കർത്താവിൻ്റെ ആത്മാവ് അതിലുണ്ട്. ഇത് സഭയുടെ 2000 വർഷത്തെ പുതിയ വിശ്വാസ പ്രമാണമൊന്നും ആരും ഉണ്ടാക്കിയേക്കരുത്. സർവ്വോടത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അതിൻ്റെ തരി പോലും നമ്മൾ ബഹുമാനിക്കണം. ഞാൻ പറയും, സ്വർണത്തിൻ്റെ തരി പോയാൽ നിങ്ങളത് കഷ്ടപ്പെട്ട് ഇപ്പൊ സ്വർണം കൊണ്ടുള്ള ഒരു സംഭവമായിരുന്നെങ്കിൽ അതിന് തരി പോയാൽ നിങ്ങൾ അതിൻ്റെ പുറകെ ഓടി നടക്കുകയല്ലേ. എന്നാൽ ഇതിൻ്റെ വിശ്വാസം പോയാൽ പിന്നെ ഉണ്ടല്ലോ ഒരുപാട് ന്യായീകരണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ബുദ്ധി കൊണ്ട് ഒരുപാട് കീറിമുറിച്ചുള്ള അനലിറ്റിക്കൽ സ്റ്റഡി എന്ന് പറയും. ഒരു കാര്യമൊന്നുമില്ല. കുർബാന അനലിറ്റിക്കൽ സ്റ്റഡി നടത്തിയാൽ എന്നെ കാണാനാ. So you have to believe that there is Jesus, that Jesus is present within the blessed sacrament. പരിശുദ്ധ കുർബാനയിൽ കർത്താവ് ജീവനോടെയുണ്ട്. ബലിയുടെ ഫലമായ ആഫ്റ്റർ ഇഫക്റ്റ് ഓഫ് ദാറ്റ് സാക്രിഫൈസ്, ബലിയുടെ ഫലമായ ദിവ്യകാരണത്തിൽ കർത്താവ് ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഈ ജോൺ ബോൺ രണ്ടാമൻ പറഞ്ഞൊരു വാക്ക് കാത്തലിക് ചർച്ചിൽ ചേർത്തിട്ടുണ്ട്. പരിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ ദിവ്യകാരുണ്യ ആരാധനയെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. അതായത് പരിശുദ്ധ കുർബാനയുടെ തുടർച്ചയാണ് ദിവ്യകാരുണ്യ ആരാധന എന്ന് പറയുന്നുണ്ട്. പരിശുദ്ധ കുർബാനയുടെ തുടർച്ചയാണ്. പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് കർത്താവിന്റെ ശരീരത്തിന് ഭക്ഷിക്കുന്ന മക്കള് അത് ഹൃദയത്തിൽ സൂക്ഷിക്കണം, അതിനെ ആരാധിക്കണം, ബഹുമാനിക്കണം, ആദരിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട്. ഈ സമയം നമുക്കും വിശ്വാസം പരീക്ഷിക്കപ്പെടും. ചിലപ്പോൾ നമ്മൾ ഇതൊക്കെ ശരിയാണോ, ഇങ്ങനെ സ്വർഗമുണ്ടോ, ക്രിസ്തു ഉണ്ടോ, ത്രിത്വമുണ്ടോ, ആത്മീയ ജീവിതമുണ്ടോ, കുറേ ചോദ്യങ്ങൾ. ഇവിടെ ഒന്നും ചിന്ത. ഈശോ നോക്കിയാൽ മതി. ഈശോ വിശ്വസിക്കുക, ഈശോ കണ്ണും പൊട്ടി വിശ്വസിക്കുക. ഈശോ നമുക്ക് വാഗ്ദാനം തന്നിട്ടുണ്ട്, നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അവനോട് എത്തിക്കും. നമ്മൾ അവനെ ആശ്രയിക്കുകയാണ്. അവൻ സഭയുടെ ശിരസ്സാണ്, നമ്മുടെ ശിരസ്സാണ് അവൻ. നമ്മൾ ആ ശരീരത്തോട് ചേർന്നിരിക്കുക. നമ്മളെ കർത്താവ് കൊണ്ടുകൊള്ളും. ആരും സംശയിച്ചേക്കരുത്. ഈ സമയത്ത് ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. എന്നോട് കൃപയുണ്ടാകണം. സങ്കീർത്തനം 57. എന്നോട് കൃപയുണ്ടാകണമേ ദൈവമേ, എന്നോട് കൃപയുണ്ടാകണം. അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്. വിനാശത്തിൻ്റെ കൊടുങ്കാറ്റ് കടന്നു പോകുവോളം ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായമയച്ച് എന്നെ രക്ഷിക്കും. എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും.
ദൈവം തൻ്റെ കാരുണ്യവും വിശ്വസ്തതയും അയക്കും. മനുഷ്യമക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ. അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ്, അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളും. ദൈവമേ, അങ്ങ് ആകാശത്തിന് മേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. അവർ എൻ്റെ കാലടികൾക്ക് വലവിരിച്ചു, എൻ്റെ മനസ്സിടിഞ്ഞു പോയി. അവർ എൻ്റെ വഴിയിൽ കുഴി കുടിച്ചു, അവർ തന്നെ അതിൽ പതിച്ചു. എൻ്റെ ഹൃദയം അചഞ്ചലമാണ്. ദൈവമേ, എൻ്റെ ഹൃദയം അചഞ്ചലമാണ്. ഞാൻ അങ്ങേ പാടി സ്തുതിക്കും. എൻ്റെ ഹൃദയമേ ഉണരുക, വീണയും കിന്നരവും ഉണരട്ടെ. ഞാൻ പ്രഭാതത്തെ ഉണർത്തും. കർത്താവേ, ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും. ജനതകളുടെയിൽ ഞാൻ അങ്ങേ പാടിപ്പോഴ്ത്തും. അങ്ങയുടെ കാരുണ്യവും വിശ്വസ്തതയും ആകാശത്തോളം ഉന്നതമാണ്. അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളം വലുതാണ്. ദൈവമേ, അങ്ങ് ആകാശത്തിന് മേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. ഞങ്ങളുടെ മേൽ കൃപയോ തോന്നണമേ, കൃപ വർഷിക്കണമേ. കരങ്ങൾ ഉയർത്തി ഈശോയെ എന്ന് വിളിക്കട്ടെ. എല്ലാ മക്കളും ചേർന്ന് ഉച്ചത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. യേശുനാമത്തിൽ ബന്ധിക്കുന്നു. യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. തുമ്പങ്ങളെല്ലാം മാറ്റുന്ന ദൈവം അണയുന്ന നിമിഷമേ ആരാധന. അലറുന്ന സാത്താനെ ആട്ടിയകറ്റുന്ന അഭിഷേക നിമിഷമേ ആരാധന. ആരാധന ചേർന്ന് ആരാധന എല്ലാവരും ആരാധന. ഉച്ചത്തില് ആരാധന. കരമുടി ഉയർത്തിപ്പിടിച്ച് ആരാധന. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എല്ലാ മക്കളും എഴുന്നേറ്റ് നിൽക്കട്ടെ. എല്ലാ മക്കളും എഴുന്നേറ്റ് നിൽക്കണം. കണ്ണുകൾ അടച്ചു പിടിച്ച് കരങ്ങൾ ഉയർത്തിപ്പിടിക്കട്ടെ. എല്ലാ വേദനകളും സമർപ്പിക്കുന്നു. എല്ലാ ബന്ധനങ്ങളും കെട്ടുകളും അഴിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കെട്ടുകളും ബന്ധനം അഴിക്കണം പ്രാർത്ഥിക്കാം. ഈ സമയത്ത് കർത്താവിൻ്റെ കരം ഈ കൂട്ടായ്മയുടെ മേൽ വെളിപ്പെടട്ടെ. ഓരോ മകൻ്റെയും മകളുടെ മേൽ കർത്താവിൻ്റെ കരം വെളിപ്പെടട്ടെ. എല്ലാ അസ്വസ്ഥതകളും വിട്ടുപോകട്ടെ. തിന്മയുടെ സ്വാധീനം വിട്ടുപോകട്ടെ. പൈശാചിക ശക്തികൾ വിട്ടുപോകട്ടെ. അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കട്ടെ. ആരെല്ലാം കർത്താവിനെ ആരാധിക്കുന്നു, ഈ പരിശുദ്ധ കുർബാന എഴുന്നള്ളിരിക്കുന്ന കർത്താവിന് ജീവിതം പൂർണ്ണമായിട്ട് ആരെല്ലാം സമർപ്പിക്കുന്നു, അവിടുത്തെ വചനം സ്വീകരിക്കാൻ തയ്യാറാകുന്ന മക്കളുണ്ടോ, ആരെല്ലാം എളിമപ്പെടുത്തുന്നുവോ, ആരെല്ലാം പശ്ചാത്തപിക്കുന്നുവോ, ആരെല്ലാം അനുദപിക്കുന്നുവോ, ആരെല്ലാം കരയുന്നുവോ, അവരെല്ലാം നിലവിളിക്കുന്ന ഉത്തരം കൊടുക്കട്ടെ. ഈശോയെ ഇടപെടണമേ. ഞങ്ങൾ അഭിഷേകത്തിൽ ഒന്ന് ചേർന്ന് അങ്ങയോട് യാചിക്കുന്നു. അങ്ങയുടെ വലിയ ഇടപെടൽ ഇവിടെ ഉണ്ടാകണമേ. അങ്ങയുടെ വലിയ അത്ഭുതങ്ങൾ ഉണ്ടാകണമേ. അങ്ങയുടെ വലിയ മഹത്വം ഉണ്ടാകണമേ. അത്ഭുതങ്ങൾ അടയാളം പ്രവർത്തിക്കണം കർത്താവേ. ബന്ധനം അടിക്കണം കർത്താവേ. കെട്ടുപൊട്ടിക്കണം കർത്താവേ. സാത്താന്റെ ആധിപത്യം ഞങ്ങളെ മോചിപ്പിക്കണമേ. വിശുദ്ധി തരണം കർത്താവേ. ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട കർത്താവേ. എളിമയും വിശുദ്ധിയും കൂടെ ഞങ്ങൾ നിറയ്ക്കണമേ. ഹൃദയം മുഴുവൻ വിശുദ്ധി തരണം കർത്താവേ. വിശുദ്ധി തരണം കർത്താവേ. വിശുദ്ധി തരണം കർത്താവേ. വിശുദ്ധി തരണം കർത്താവേ. കരമുടിയെത്തി ഒറ്റ വിളിച്ചോയേ. ആടിയട്ടാടിയട്ടാടിയട്ടാടിയട്ട് കെട്ടുപൊട്ടിക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും യേശുനാമത്തിൽ സംഭവിക്കട്ടെ. 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 ഹല്ലേലൂയ, ഹല്ലേലൂയ.